ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ദേവിയുടെ ആ ഒരു വിവാഹമോചനത്തിന് പിരിയാനുള്ള നോട്ടീസ് കാണുമ്പോഴേക്കും ഉദയഭാനും ശ്രീകലയും കൂടി നേരെ ആനന്ദിനെ കാണാൻ വേണ്ടി പോകാട്ടോ. ആനന്ദിനെ വഴിയിൽ വെച്ച് കണ്ടിട്ട് ഇതെന്താണ് നീ കാണിക്കണത്, ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ആനന്ദ് പറയേണ്ടത് എന്ത് ശരിയല്ലെന്ന്, നിങ്ങളുടെ മോള് ചെയ്ത ക്രൂരതകളും നിങ്ങൾ ചെയ്ത ക്രൂരതകളും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമോ നിങ്ങൾക്കറിയാവോ? ഞാനായോണ്ട് ഇപ്പൊ വിവാഹമോചന പരാതിയിൽ അങ്ങോട്ട് തീർത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, അതിലെ കറക്റ്റ് ആയിട്ടൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിൽ നിങ്ങളുടെ മോളെയും കൂട്ടിക്കൊണ്ട് കോടതിയിലേക്ക് ഹാജരാവാം, അത്ര മാത്രം എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്ന് പോവാണ്. ഇത് എന്റെ തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആനന്ദ് പോയി കഴിയുമ്പോൾ ശ്രീകല പറഞ്ഞിട്ട് എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന്, വാ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ കയറി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. ശ്രീകലെ, നമ്മൾ എന്തിനാ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്? എല്ലാത്തിനും ഒരു കാരണമുണ്ട്, വാ ഉദയേട്ടൻ എന്ന് പറയാണ്. എന്തിനാ നീ കാര്യം പറയാന്ന് പറയുമ്പോ അത് വേറൊന്നുമല്ല, നമ്മളൊരു പരാതി കൊടുക്കാൻ പോകുന്നു, ഗാർഹിക പീഡനം. ഗാർഹിക പീഡനോ? അതിന് ആർക്ക് ഗാർഹിക പീഡനം സംഭവിച്ചു? ഓ, ആനന്ദിനോ? ഓ, എന്റെ മനുഷ്യ, ആനന്ദിനല്ല, നമ്മുടെ മകൾക്ക്. അവരാ നമ്മുടെ മകളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങളെ ഈ വായ തുറന്ന് ഒന്ന് സംസാരിക്കാതിരിക്കാവോ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്, ഞാൻ ചെയ്തോളാം, മനസ്സിലായോ? ഇനിയിപ്പോൾ അവൾ അവിടെ പീഡനം അനുഭവിച്ചിട്ടുണ്ടോ അനുഭവിച്ചിട്ടില്ലേ എന്നൊക്കെ തെളിയിക്കേണ്ടത് പോലീസാണ്, നമ്മളല്ല. നമ്മളൊന്നും പറയുകയും വേണ്ട, അവർ പോയി അന്വേഷിക്കട്ടെ. എന്തായാലും ബാലനെയും ഗോമതിനെയും ആനന്ദിനെയും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പത്തെ കാലത്തെ പെൺപിള്ളേരെ കെട്ടിച്ചിട്ട വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കനെ വലിയ കേസാണ് ആവുന്നത്. ഇത് വലിയ വാർത്തയാവണം, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ ന്യൂസ് അങ്ങനെ പരക്കണം. അങ്ങനെ ആ ബാലനും കുടുംബവും നാണം കിട മനുഷ്യ. എന്നിട്ട് അവസാനം പൊറുതിമുട്ടി അവർ നമ്മുടെ കാല് പിടിച്ച് പറയണം, കേസും കാര്യങ്ങളൊക്കെ മര്യാദക്ക് ഒഴിവാക്കുക. എൻ്റെ മോൻ, നിങ്ങളുടെ മകളെ സ്വീകരിക്കുന്ന അവര് വന്ന് എൻ്റെ മോളെ വീട്ടിൽ വന്ന് വിളിക്കണം. എൻ്റെ ശ്രീകല, ഇതൊക്കെ നടക്കോ? അല്ലെങ്കിൽ ഈ പണിയൊക്കെ നമുക്ക് തിരിച്ചു തന്നെ കിട്ടോ? നീ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണോ ശ്രീകലെ? ഞാൻ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ് മനുഷ്യ. നമുക്ക് ഈ പണി തിരിച്ചു കിട്ടാൻ പോകണമെന്നില്ല. നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി. ശരി ശ്രീകലെ, നീ പറഞ്ഞില്ലേ, ഇനി എല്ലാം നിന്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകലനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ഉദയഭാനു പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനുള്ളിൽ കയറുമ്പോഴേക്കും അവിടെ എസ് ഐനെ കാണണമെന്ന് ശ്രീകല പറയുമ്പോൾ കോൺസ്റ്റബിൾ പറഞ്ഞിട്ട്, അതെന്താ എസ് ഐനെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പരാതി പറയാൻ പറ്റുള്ളൂ, എന്താ പരാതി, മര്യാദക്ക് പറ എന്ന് പറയുമ്പോൾ ഉദയഭാനു പറഞ്ഞിട്ട്, സാറേ ജീവിക്കാൻ പറ്റുന്നില്ല സാറേ, ഞങ്ങൾക്ക് ജീവിക്കാൻ ഒട്ടും പറ്റുന്നില്ല, മരിച്ചാലെന്ന് പോലും ആലോചിക്കുകയാണ് ഞാനും എൻ്റെ ഈ ഭാര്യയും, ഞങ്ങളുടെ 2 പെൺമക്കളും. എന്താ നിങ്ങൾ കാര്യം തെളിച്ചു പറ. അത് എൻ്റെ മൂത്ത മകൾ ശ്രീദേവി, ഇളയ മകൾ ശ്രീവിദ്യ. ശ്രീദേവിയുടെ വിവാഹം കഴിഞ്ഞു. ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ മകനാണ് അവളെ വിവാഹം കഴിച്ചത്. അവിടെ പോയ നാള് മുതലേ അവൾക്ക് ഗാർഹിക പീഡനമാണ് സാർ, ഗാർഹിക പീഡനമാണ്. എന്നിട്ട് സാർ അവളെ ഉപദ്രവിക്കാത്തൊന്നുമില്ല. എൻ്റെ മോള് പൊറുതിമുട്ടി ഒന്നും പറയില്ല, അവളുടെ സ്വർണമെല്ലാം അവർ അപഹരിച്ചുകൊണ്ട് പോയി. ഓ, ഐ സി, അങ്ങനെയാണല്ലേ. ശരി, എസ് ഐ സാർ അകത്തുണ്ട്, നിങ്ങൾ പോയിട്ട് കാര്യങ്ങൾ പറയൂ, ഞാൻ പരാതി എഴുതി വെക്കാമെന്ന് കോൺസ്റ്റബിൾ പറയണം. അങ്ങനെ എസ് ഐയുടെ റൂമിലേക്ക് അവരെ വിടുന്നുണ്ട്. എസ് ഐ ഒന്ന് സൂക്ഷിച്ചു നോക്കാണ് രണ്ടുപേരെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പരാതി? അയ്യോ സാറേ, രക്ഷിക്കണം സാറേ, എൻ്റെ മകളുടെ ജീവിതം രക്ഷിക്കണം സാറേ, നിങ്ങൾ കാര്യം എന്താന്ന് പറ. സാറേ, എൻ്റെ മകൾ ഒരു പാവമാണ്. ഓ, ശരി, ആയിക്കോട്ടെ. എൻ്റെ മകൾ, എനിക്ക് 2 മക്കളാണുള്ളത്, ശ്രീവിദ്യയും അതുപോലെ തന്നെ ശ്രീദേവിയും. ശ്രീദേവിയുടെ വിവാഹം കഴിഞ്ഞു. ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ മൂത്ത മകൻ ആനന്ദാണ് അവളെ വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞപ്പോൾ തൊട്ട് അവളെ ഭയങ്കര പീഡനമാണ് സാറേ, അവളെ ഭയങ്കര രീതിയിൽ ഉപദ്രവിക്കും. അവളുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം അവൻ നശിപ്പിച്ചത് തൊലച്ചു. അവൻ ഭയങ്കര കുടിയനാണ്. അവന് വേറെ പെണ്ണുങ്ങളായിട്ട് വരെ ബന്ധമുണ്ട് സാറേ എന്ന് ശ്രീകല പറയുമ്പോൾ ഉദയമാൻ ഒന്ന് സൂക്ഷിച്ചു നോക്കാണ് ശ്രീകലനെ. അപ്പൊ ശ്രീകല കണ്ണടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുക കേട്ടോ, ഒന്നും മിണ്ടാതിരിക്കുന്ന രീതിയിൽ. ഓഹോ, അപ്പോ നിങ്ങളുടെ മകൾ ഇതൊക്കെ നിങ്ങളുടെ എപ്പോഴാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, സാറേ അവൾ ആദ്യമൊക്കെ ഒരുപാട് ക്ഷമിച്ചു സാറേ, കാരണം അവനെന്ന് വെച്ചാൽ അത്ര ജീവനാണ്. അല്ല, നിങ്ങളുടെ മകളുടെ അറേഞ്ച് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ? അറേഞ്ച് മാരേജാ സാറേ. ബാലനെ ഞങ്ങളുടെ മകളെ കണ്ട് ഇഷ്ടപ്പെട്ട ആനന്ദിന് വേണ്ടി ആലോചിക്കായിരുന്നു. എന്തായാലും നല്ലൊരു ബന്ധമല്ലേ വെച്ചിട്ട് ഞങ്ങൾ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷമാണ് സാർ ഞങ്ങൾ കെട്ടിച്ചു കൊടുത്ത് ഞങ്ങളുടെ മകള് അവിടെ പോയിട്ട് ഗർഭിണിയായി സാറേ. അവളുടെ കുഞ്ഞിപ്പം നഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം പോലും അവരാണെന്ന് സംശയമുണ്ട്. ഓഹോ, നിങ്ങൾ ഇതൊക്കെ കാണിച്ചൊരു പരാതി താ, കറക്റ്റ് ആയിട്ട് എല്ലാം തന്നെ, കള്ളൊന്നും എഴുതരുത്, ഞങ്ങൾ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ കള്ളത്തരം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് കേസ് നേരെ തിരിയുവേ എന്ന് എസ് എ പറയുമ്പോ ശ്രീകല പറയൂ, സാറേ എന്തിനാ സാറേ ഞങ്ങളുടെ മകളെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ കള്ളം പറഞ്ഞ? സത്യം സാറേ, അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വീട്ടിൽ വെച്ച്, സാറ് വേണമെങ്കിൽ ഒന്ന് പോയി അന്വേഷിക്കുക. ശരി, നിങ്ങൾ പരാതി എഴുതാ എന്ന് പറയണം. അങ്ങനെ ഉദയഭാനും നമ്മുടെ ശ്രീകലയും കൂടി ഒരു പരാതി എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ആ പരാതിയിലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതാണ്. ആനന്ദിന് വേറെ പെണ്ണുങ്ങളുടെ ബന്ധമുണ്ട്, മുഴുക്കുടിയനാണ്, അങ്ങനെ പിന്നെ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം ആനന്ദും വീട്ടുകാരാണ്.
പലതും ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഉദയഭാനു പറയണ്ട്, സ്ത്രീകൾ ഇത് ഇത്തിരി കൂടുതലല്ലേ, പ്രശ്നമാകും ഇങ്ങനെയൊക്കെ എഴുതിക്കാൻ, എന്ത് പ്രശ്നം, ഒരു പ്രശ്നമില്ല, നിങ്ങൾ മിണ്ടാതിരിക്കും മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ആ പരാതി നേരെ എസ് സിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എസ് സി പണ്ട് ശരി നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ ഇതിനായിട്ട് അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു വിടുന്നുണ്ട്. ഇത് സത്യസന്ധമായിട്ടുള്ളൊരു കേസാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മകൾക്ക് നീതി കിട്ടിയിരിക്കും എന്ന് എസ് സി പറയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി സ്ത്രീകളെയും ഉദയഭാനുകൂടി വീട്ടിലേക്ക് പോവാണ്. അവരെത്തിക്കേണ്ടത് ദേവിയുടെ സന്തോഷത്തോടെ പറഞ്ഞു, ദേവി മോളെ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട മോളെ, ദേ നോയിക്കേ, 1-2 ദിവസത്തിനുള്ളിൽ നിന്റെ ബാലച്ഛനും ഗോമതി അമ്മയും തന്നെ നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും. അമ്മയും അച്ഛനും എന്താ പറഞ്ഞത്, എന്തെങ്കിലും വേറെ പ്രശ്നം ഉണ്ടാക്കിയോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല, ദേ ഞങ്ങൾ പറഞ്ഞത് നീ കേട്ടോ, വിശ്വസിച്ചോ, നിനക്ക് നീതി കിട്ടും മോളെ. അമ്മ എന്താ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ല. നീ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, വാ ഉദയേട്ടാ, നമുക്കിത് സന്തോഷിക്കണ്ടേ, ആഘോഷിക്കണ്ടേ, പായസം വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾ അകത്ത് പോണ. ദേവിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല കേട്ടോ. അതിനുശേഷം പോലീസ് നേരെ ആ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോവുകയാണ്, നമ്മുടെ ദേവമംഗലത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ഗോമതിയുണ്ട്, ബാലനുണ്ട്, ആനന്ദുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ശേഷം പോലീസിനെ കാണുമ്പോഴേക്കും ബാലൻ ചോദിക്കണ്ട, എന്താ സാറേ എന്താ കാര്യം ചോദിക്കുമ്പോഴേക്കും, ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിരുന്നു. പരാതിയോ? എന്ത് പരാതിയാ സർ? നിങ്ങളുടെ മകനല്ലേ, മൂത്ത മകനല്ലേ ആനന്ദ്? അതെ. പുള്ളിക്കാരൻ ഇവിടെ ഇല്ലേ? സർ ഞാൻ ആനന്ദ് എന്ന് പറഞ്ഞ അടുത്തേക്ക് വരണം. ഓ അതെ അല്ലേ. നിങ്ങളുടെ ഭാര്യ എവിടെ? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണല്ലോ അല്ലേ? സർ വിവാഹം കഴിഞ്ഞു. ഭാര്യ എവിടെ? അവളുടെ വീട്ടിലാണ് സർ. വീട്ടിലാണോ അത് നിങ്ങൾ വീട്ടിലാക്കിയതാണോ? അല്ല, നിങ്ങളുടെ ഭാര്യ ഒരു 3-4 മാസം മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നില്ലേ? അതെ സർ. ആ കുഞ്ഞിന് പിന്നെ എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വീട്ടുകാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കാണ്. നമ്മുടെ ഗോമതിയും മീനും ഇത്രയൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ പോലീസുകാർക്ക് സംശയം തോന്നുന്നുണ്ട്. ഓഹോ, അപ്പൊ കിട്ടിയ പരാതി സത്യസന്ധമാണെന്ന് തോന്നുന്നു. സർ എന്ത് പരാതിയാ സർ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ, അതെ, ഗാർഹിക പീഡനത്തിന് ദേവിയുടെ വീട്ടുകാരും ദേവിയും ചേർന്നൊരു കംപ്ലൈന്റ് കൊടുത്ത് തന്നിട്ടുണ്ട് ആനന്ദിനും ആനന്ദിന്റെ വീട്ടുകാർക്കും എതിരെ. സർ അത് കള്ളപ്പരാതിയാണ് സർ എന്ന് മിത്ര പറയുമ്പോൾ, അത് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതിയോ? അതെ, പരാതി കിട്ടുമ്പോൾ ഞങ്ങൾക്ക് അന്വേഷിക്കണമല്ലോ. ഏറെ കുറെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇപ്പൊ കുഞ്ഞിന്റെ കാര്യം ചോദിപ്പോൾ തന്നെ നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ആ പെണ്ണിനെ നിങ്ങൾ ഇവിടെ നിന്ന് എന്തിനാ പറഞ്ഞു വിട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ടൊരു മറുപടി ആർക്കും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പോലീസ് ആനന്ദിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഗോമതിയടുത്തും ബാലനോടും പറയണ്ട്, ദേ നോക്ക്, ഈ കേസ് എന്താ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത കേസാണ്. കാരണം ആ കുട്ടിയുടെ നില ഭയങ്കര മോശമാണ്. ഞങ്ങൾ ആ കുട്ടിയുടെ അടുത്ത് പോകുന്നുണ്ട് അടുത്തതായിട്ട്. ആ കുട്ടി മാനസികമായിട്ട് വളരെ തളർന്നു പോയി. നിങ്ങൾ എന്തിനാണ് ഒരു പെൺകുട്ടിന്റെ ഇവിടെ കൂട്ടിക്കൊണ്ടിരുമ്പോൾ ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്നത്? ഭയങ്കര കഷ്ടം തന്നെയാട്ടോ. നിങ്ങളുടെ വീട്ടിലില്ലേ പെണ്ണുങ്ങൾ, നിങ്ങൾക്കും ഇല്ലൊരു മകള്, പിന്നെ എന്തിനാ കയറി വന്ന പെണ്ണുങ്ങൾക്ക് മാത്രം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഹോ, അമ്മായിമ്മ പോരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എസ് എ ഗോമതി എടുത്ത് 2 വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാട്ടോ. ഗോമതിയും ബാലനും പൊട്ടിക്കഴിഞ്ഞ ശേഷം, ഞങ്ങൾക്ക് എന്താ ബാലായിട്ട് ഇങ്ങനെ, അവളെ ഞങ്ങൾ മകളെ പോലെയല്ലേ സ്നേഹിച്ചത്. അതെ, ഈ നിൽക്കുന്ന ഞങ്ങളുടെ മക്കളെക്കാളും മരുമക്കളെക്കാളും അവളൊക്കെ അല്ലേ നമ്മൾ മുൻതൂക്കം കൊടുത്തത്. ഗോമതി, കഷ്ടകാലം വരുമ്പോൾ എല്ലാം ഒരുമിച്ച് വരും, ഞാനൊരു വക്കീലിനെ പോയി കാണട്ടെ അവനെ ഇറക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ പോകുന്നുണ്ട്. അപ്പൊ നാളത്തെ എപ്പിസോഡ് നമ്മൾ ഇങ്ങനത്തെ ഭാഗമാണ് കാണാൻ വേണ്ടി പോണത്. എന്തായാലും ഈ കള്ളക്കേസിന്റെ പുറകേല് നമ്മുടെ ദേവി സത്യങ്ങൾ അറിയുമ്പോൾ ദേവി തന്നെ സത്യങ്ങൾ പറയാനൊക്കെ പോകുമായിരിക്കും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.